ഹനുമാൻ സ്വാമി വിവാഹം കഴിച്ച സൂര്യപുത്രിയുടെ കഥ അറിയാമോ? തെലങ്കാനയിലെ ഖമ്മം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ ഹനുമാൻ തന്റെ ഭാര്യയായ സുവർച്ചലയോടൊപ്പം കുടിക്കൊള്ളുന്നു. ഇത് പ്രധാനമായും പരാമർശിക്കുന്നത് പരാശര സംഹിത എന്ന ഗ്രന്ഥത്തിലെ ഈ ഐതിഹ്യം അനുസരിച്ച്. ഹനുമാൻ സൂര്യദേവനെ തന്റെ ഗുരുവായി സ്വീകരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് നവവിദ്യകൾ എന്നറിയപ്പെടുന്ന 9 ദിവ്യവ്യാകരണങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. സൂര്യദേവൻ 9-ൽ 5 വിദ്യകൾ ഹനുമാൻ പകർന്നു നൽകി. എന്നാൽ ബാക്കി 4 വിദ്യകൾ നേടുന്നതിന് വിവാഹം ഒരു ആവശ്യകതയായിരുന്നു. അതിനാൽ സൂര്യദേവൻ ഹനുമാനോട് വിവാഹം കഴിക്കുവാൻ ആവശ്യപ്പെട്ടു. താൻ ജന്മനാ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്നതിനാൽ അത് സാധ്യമല്ലെന്ന് ഹനുമാൻ അറിയിച്ചു. അപ്പോൾ സൂര്യദേവൻ ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു: ഏതെങ്കിലും ഒരു ജീവിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിറവിയെടുത്ത ജീവനെ വിവാഹം കഴിച്ചാൽ മാത്രമേ ബ്രഹ്മചര്യവ്രത നിയമം അനുസരിച്ച് വിവാഹമായി കണക്കാക്കുകയുള്ളൂ. എന്റെ മകൾ സുവർച്ചല ഒരു മഹാതപസ്വിനിയും തേജസ്വിനിയെയും ആണ്. അവളെ ഞാൻ എന്റെ തേജസ്സിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നീ സുവർച്ചലയെ വിവാഹം കഴിച്ചാലും നീ ബ്രഹ്മചാരിയായി തുടരും. വിവാഹത്തിനു ശേഷം സുവർച്ചല വീണ്ടും തപസ്സിൽ മുഴുകും. സൂര്യദേവന്റെ ഈ വാക്കുകൾ മനസ്സിലാക്കിയ ഹനുമാൻ സുവർച്ചലയെ വിവാഹം കഴിച്ചു. വിവാഹത്തിനുശേഷം സുവർച്ചല തപസ്സിൽ ലയിക്കുകയും ഹനുമാൻ ബാക്കി വിദ്യകൾ പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ഹനുമാൻ ശാരീരികമായി ബ്രഹ്മചാരിയായി തുടരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു എന്നാണ് ഐതിഹ്യം.